2026 2020 ലോകകപ്പിലെ എട്ടിൻ്റെ കളി ടീം ഇന്ത്യക്ക് എട്ടിൻ്റെ പണിയാകുകയാണ്. ടൂർണമെന്റിലെ ഫേവറേറ്റുകളും നിലവിലെ ചാമ്പ്യന്മാരുമായ ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷകൾ തകർത്തത് സൗത്ത് ആഫ്രിക്കയാണ്. പ്രോട്ടീസിനെതിരെ ഇങ്ങനെയൊരു തോൽവി ആരും പ്രതീക്ഷിച്ച് കാണില്ലെന്ന് പറയാനാകില്ല. ഏഡൻ മർക്രവും സംഘവും ജയിക്കാൻ ഉറച്ചു തന്നെയാണ് കളത്തിലിറങ്ങിയതും ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടതും. നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിൽ സിംബാബ്വെയെ നേരിടാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിൽ നിർണായക മാറ്റങ്ങൾ ആവശ്യമാണെന്ന കാര്യത്തിൽ നിലവിൽ തർക്കമില്ല. പലരും ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മലയാളി താരം സഞ്ജു സാംസണെയും ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യൻ മുൻ താരം സുരേഷ് റെയ്ന ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ഇടംകൈയിൻ ബാറ്റർമാരുടെ എണ്ണം കൂടുതലാണെന്നാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകാൻ കാരണം. അതുമാത്രമല്ല കാരണവും. 3 ഇടംകൈയിൻ ബാറ്റർമാരിൽ 2 താരങ്ങൾ പതിവായി പരാജയപ്പെടുന്നതാണ് തിരിച്ചടിയാകുന്നത്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ 3-ാം നമ്പറിൽ ഇറക്കുന്നത് ടീമിന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. റെയ്നയും ഇതേ കാര്യമാണ് പങ്കുവെക്കുന്നത്. ഏഡൻ മർക്രം, സൽമാൻ ആഗ തുടങ്ങിയ പാർട്ട് ടൈം ഓഫ് സ്പിന്നർമാർ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയുടെ വീക്ക് പോയിന്റ് എതിരാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു. ഇതിന് പ്രതിവിധിയായി ഓപ്പണിംഗ് സ്ലോട്ടിലോ 3-ാം നമ്പറിലോ ഒരു വലംകൈയിനെ കൊണ്ടുവരിക എന്നതാണ് പ്രതിവിധി. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് ജോഡി പൊളിക്കുക ആത്മഹത്യാപരമായ തീരുമാനമാണ്. അതിനാൽ 3-ാം നമ്പറിൽ സഞ്ജുവിനെ ഇറക്കിയെന്നാണ് ബുദ്ധിപരമായ തീരുമാനം. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവും അഭിഷേകും ഓപ്പൺ ചെയ്തേക്കും. 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ എത്തുകയും 4-ാമത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും 5-ാമനായി തിലകും എത്തുമെന്നാണ് ഏറെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ട്. സഞ്ജു ഓപ്പണിംഗിൽ എത്തിയാൽ പലതുണ്ട് നേട്ടം. വമ്പൻ ഷോട്ടുകൾക്ക് മാത്രം മുതിരാതെ റൺസ് കണ്ടെത്താൻ സഞ്ജുവിനറിയാം. ഗ്രൗണ്ടിലെ വിടവുകൾ കണ്ടെത്തി ബൗണ്ടറികൾ നേടാനും ക്ലാസ് ഷോട്ടുകൾ പുറത്തെടുക്കാനും സഞ്ജുവിനാകും. പ്രതിരോധിച്ച് കളിക്കേണ്ടത് എപ്പോഴെന്ന കാര്യത്തിൽ നല്ല ധാരണയുമുണ്ട്. അങ്ങനെ ഒരാൾ 3-ാം നമ്പറിൽ എത്തുന്നതോടെ എതിരാളികളുടെ ഓഫ് സ്പിൻ തന്ത്രത്തെ പിടിച്ചുകെട്ടാൻ സാധിക്കും. സഞ്ജു അഭിഷേക് ജോഡികളിൽ ഒരാൾ തുടക്കത്തിൽ പുറത്തായാൽ 3-ാമനായി എത്തുന്ന ഇഷാനിന് ക്രീസിന്റെ സ്വഭാവം മനസ്സിലാക്കി പതിയെ തുടങ്ങി വലിയ ഇന്നിങ്സിലേക്ക് എത്താനുമാകും. 4-ാമനായി എത്തുന്ന സൂര്യയ്ക്ക് മികച്ച അടിത്തറ ലഭിക്കും. സൂര്യയ്ക്ക് സ്വാഭാവിക ബാറ്റിംഗ് പുറത്തെടുക്കാനുമാകും. പിന്നാലെ എത്തുന്ന തിലകിന് ആത്മവിശ്വാസത്തോടെ മധ്യനിരയിലെ കളിയുടെ വേഗം നിയന്ത്രിക്കാനും ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് വാലറ്റത്ത് വമ്പൻ ഷോട്ടുകളുമായി കളം നിറയാനും സാധിക്കും. വലിയ ടോട്ടൽ പിന്തുടരേണ്ട ഘട്ടത്തിലോ അല്ലെങ്കിൽ ആദ്യ ഇന്നിങ്സ് പടുത്തുയർത്തേണ്ട ഘട്ടത്തിലോ ആണെങ്കിൽ പോലും ഈ അഴിച്ചുപണി ഇന്ത്യക്ക് നേട്ടമാകും. എതിരാളി സിംബാബ്വെ ആണെങ്കിൽ പോലും ചെന്നൈയിലെ സ്പിൻ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് 200 റൺസ് അടിക്കുക എന്നത് എളുപ്പമല്ല. വലിയ സ്കോർ നേടണമെങ്കിൽ ശരിയായ ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ഇന്ത്യക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. ബോളിങ്ങിലും ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. 16-ാം ഓവറിന് മുൻപ് ഹാർദിക് പാണ്ഡ്യ തൻ്റെ ഓവർ കോട്ട പൂർത്തിയാക്കുകയും സൂപ്പർ ബോളർ ജസ്പ്രീത് ബുംറയും അർഷദീപിനെയും തുടക്കത്തിലും പിന്നീട് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളുമായി ഉപയോഗിക്കുകയും ചെയ്യണം. തുടക്കത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് നേടാൻ ഹാർദിക് കേമനാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ അക്ഷർ പട്ടേലിന്റെ അഭാവം ഇന്ത്യയെ ബാധിച്ചു. പവർ പ്ലേയിൽ വിക്കറ്റുകൾ നേടാനും റൺസ് നിയന്ത്രിക്കാനുമുള്ള അക്ഷറിന്റെ കഴിവ് ഇന്ത്യക്ക് ആവശ്യമാണ്. ഇതിനൊപ്പം ബാറ്റിംഗ് ലോവർ ഓർഡറിന് കരുത്ത് പകരുകയും ചെയ്യും. വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് എടുക്കാനും കൂടിയായാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ അടികൊണ്ട് വരുൺ മികച്ച ഗ്രഹപാഠം നടത്തിയ ശേഷമാവും സിംബാബ്വെയെ നേരിടാൻ എത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.